യേശു മാസിക വരാൻ പോകുന്നു എന്ന സത്യം അവർ തിരിച്ചറിയാതെ ഈ ലോകത്തിൽ അങ്ങ് ജീവിച്ചു പോകുകയാ. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, കണ്ണുനീരോടെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ യോന ഇതൊന്നും അറിയാതെ താൻ ആയിരിക്കുകയാണ്. കുഞ്ഞേ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എന്താണെന്നറിയാമോ ദൈവമക്കളെ? ആരും അറിയുന്നില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. പലരും മൗനമായിട്ട് അങ്ങ് പോകുകയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വലിയ കാറ്റും കോളും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകും. ആയിരിക്കുന്ന മേഖല മുങ്ങിപ്പോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന മേഖലയുണ്ടല്ലോ, അല്ലെ ഇപ്പോഴേ എപ്പോഴും ഇങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിക്കരുത്. ഒരു നിരത്തിൽ ഒരു സമയം ഹാലലി വലിയ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് മുങ്ങിപ്പോകും. എന്റെ പ്രിയരെ, രക്ഷിക്കുവാൻ ആരും ഉണ്ടായി എന്ന് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ യോന പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ യോന ഇവിടെ അതിന് മുൻപായിട്ട് അവർ ചീട്ടിട്ടു. ഇത് ആരുടെ പേരിലാണ് ചീട്ട് വീണത്? എന്താണ് പ്രശ്നം? ഈ കപ്പിത്താന്മാർ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചീട്ടിട്ടപ്പോൾ ചീട്ട് വീണത് യോനയുടെ പേരിലാണ്. പ്രൈസ് ദി ലോർഡ്. യോന, ഇതാരാണ് യോന? അവർ കണ്ടുപിടിച്ചു. ഈ കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നിറങ്ങുന്ന ഒരു വ്യക്തി. ഇത്രയും വലിയൊരു കോളിളക്കങ്ങൾ ഉണ്ടായപ്പോഴും താങ്കൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാണോ? താൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ യോന പറയുന്നു, ഞാനൊരു എബ്രായനാണ്. ഹല്ലേലൂയ. ഞാനൊരു എബ്രായനാണ്. കടലും കരയും ഉണ്ടാക്കിയ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. പ്രൈസ് ദി ലോർഡ്. 12ാം വാക്യത്തിൽ പറയുന്നു, എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കും. നോക്കണം, യോന